Hi everyone. In the previous classes, we have already come across subprograms, പിന്നെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഐറ്ററേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങനെ പല കാര്യങ്ങളും അതിന് സബ് പ്രോഗ്രാംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ ഇഷ്യൂസ് ഒക്കെ പഠിച്ചു. ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാൻ പറ്റുന്നത്. പാരാമീറ്റേഴ്സ് ഇൻ ദ സെൻസ് നമ്മളൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഡിഫൈൻ ചെയ്യുമ്പം അതിൽ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് നമുക്ക് എങ്ങനെയാണ് പാസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു സിമാൻറ്റിക് മോഡൽസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. സോ ദർ ആർ 3 types of mode during passing of parameters. First one is in mode, second one is out mode, and the third one is in out mode. അപ്പം in out mode as a name suggests itself ഇന്നും ഔട്ടിൻ്റെ കോമ്പിനേഷൻ പോലെയാണ്. അപ്പോൾ അതിൽ വരുന്ന ഓരോ പാസിംഗ് സ്ട്രാറ്റജീസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. So first here is a figure that is a pictorial representation of the models of the parameter passing. Here you can see a caller function and here you can see a callee function. ആരാണ് ഒരു കോൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ കോളർ എന്ന് പറയുക. ആരാണ് ആ കോള് ലിസൺ ചെയ്യുന്നത് അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ കോളി എന്ന് പറയാം. സോ ഹിയർ യു ആർ ഹാവിങ് എ ഫംഗ്ഷൻ ദാറ്റ് ഇസ് സബ് എ കൊമ ബി കൊമ സി. അപ്പോൾ ഒരു സബ്ട്രാക്ഷൻ ഫംഗ്ഷൻ ആണെന്നാണ് സബ് നമ്മൾ സബ്ട്രാക്ഷൻ ആണ് ഷോർട്ടായിട്ട് സബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോളർ സബ് എ കൊമ ബി കൊമ സി, അതായത് സബ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. വൈൽ ഹിയർ യു ക്യാൻ സി എ ബി സി ആസ് എ പാരാമീറ്റേഴ്സ് വിച്ച് ആർ യൂസ്ഡ് ഡ്യൂറിങ് കോളിംഗ്. ഇനി കോളിൻ്റെ അവിടെ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ട് സബ് ഓഫ് എക്സ് കോമ വൈ കോമ ഇസഡ് കാണാം. സോ ആസ് ഇറ്റ് സെൽഫ് യു ക്യാൻ സി ഇത് ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണെങ്കിൽ ആ കോൾ ചെയ്ത ഫംഗ്ഷൻ പോകുന്നത് ഫംഗ്ഷൻ ഡെഫിനിഷനിലാണ്. അവിടെയാണ് നമ്മൾ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ട് ഫുള്ളി ആ സബ്ട്രാക്ഷൻ പ്രോസസ്സ് എന്താണ് ചെയ്യുന്നത് അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സെക്ഷനിലാണ്. അപ്പം കോളറിൽ എ ബി സി എന്ന് പറഞ്ഞ പാരാമീറ്റേഴ്സ് കോളിലേക്ക് വരുമ്പോൾ എക്സ് വൈ ഇസഡ് ആണ് ആവുന്നത്. ദാറ്റ് ഈസ് എൻ്റെ വാല്യൂ എക്സിലേക്ക് യൂസ് ചെയ്യും, ബിൻ്റെ വാല്യൂ വൈയിലേക്ക് യൂസ് ചെയ്യും, ആൻഡ് ലാസ്റ്റ് സീൻ്റെ വാല്യൂ ഇസഡിലേക്കാണ് യൂസ് ചെയ്യുന്നത്. സോ ആസ് എ റിസൾട്ട് അത് ആ യൂസിങ് മെത്തഡോളജീസിനെയാണ് നമ്മൾ പാരാമീറ്റർ പാസിംഗ് എന്ന് പറയുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. പാസ് ബൈ വാല്യൂ ഉണ്ട്, പാസ് ബൈ റെഫറൻസ് ഉണ്ട്, പാസ് ബൈ നെയിംസ് ഉണ്ട്. അങ്ങനെ 3-4 ടൈപ്സ് ഓഫ് പാരാമീറ്റർ പാസിംഗ് മെത്തേഡ്സ് ഉണ്ട്. അതിൻ്റെ പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ ആണിത്. സോ ഫസ്റ്റ് വൺ ഇസ് ദാറ്റ് യു ക്യാൻ സീ എ കോളർ ഇസ് കോളിങ് എ പ്രൊസീജിയർ ആൻഡ് ഇതിനാണ് നമ്മൾ ഇൻ മോഡ് എന്ന് പറയുന്നത്. അതായത് കോള് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇൻ മോഡാണ്. സെക്കൻഡ് വൺ യു ക്യാൻ സീ ദാറ്റ് ആഫ്റ്റർ ദ കോളിംഗ് ഇൻ മോഡ് കഴിഞ്ഞിട്ട് പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുന്നത് കോളി ആൻസർ കണ്ടുപിടിച്ച് എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ ആൻസർ കോളറിലേക്ക് റിട്ടേൺ ചെയ്യുകയാണ്. അതിനെയാണ് ഔട്ട് മോഡ് എന്ന് പറയുക. ഇനി ഇൻ ഔട്ട് മോഡ് എന്ന് പറയുമ്പം കോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ രണ്ടിൻ്റെയും കോമ്പിനേഷൻ വരുമ്പോഴാണ് വി സേ ഇറ്റ് ആസ് ഇൻ ഔട്ട് മോഡ്. സോ ദിസ് ഇസ് എ ഡിഫറെൻറ്റ് പാരാമീറ്റർ പാസിംഗിൻ്റെ മോഡൽസ് ആണ്. ഇനി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. So before going to methods, we say the conceptual models of transfer. നമ്മൾ പാരാമീറ്റേഴ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 2 വിധത്തിലാണുള്ളത്. ഒന്ന്, ഒരു വാല്യൂ ഫിസിക്കലി നമ്മൾ മൂവ് ചെയ്യാണ്. ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് നമ്മൾ തന്നെ ഫോഴ്സ് ചെയ്തിട്ട് ഫിസിക്കലി വി ആർ മൂവിങ് ദാറ്റ് പർട്ടിക്കുലർ വാല്യൂ. സെക്കൻഡ് വൺ, നമ്മൾ ആ വാല്യൂ ആക്സസ് ചെയ്യാൻ, ഓരോ വാല്യൂ ആക്സസ് ചെയ്യാൻ അതിൻ്റെതായിട്ടുള്ളൊരു പാത്ത് ഉണ്ടാവും. ആ പാത്തിനെ നമ്മൾ മൂവ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് വി ആർ മൂവിങ് ആൻ ആക്സസ് പാത്ത് ടു ദാറ്റ് വാല്യൂ. ആ വാല്യൂലേക്ക് എത്താൻ വേണ്ടി നമ്മൾ പാത്ത് ക്ലിയർ ചെയ്ത് പാത്ത് കറക്റ്റായിട്ട് കൊടുക്കുന്നതാണ്. ഇത് രണ്ടുമാണ് കൺസെപ്ച്വൽ മോഡൽ ഓഫ് ട്രാൻസ്ഫറിങ് ദ പാരാമീറ്റേഴ്സ്. So the first one in mode, we can first parameter passing mode is the method is the pass by value method. ഇവിടെ നിന്ന് അറിയുന്നത് നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ വരുന്ന പാരാമീറ്റേഴ്സ് ആണ് ആക്ച്വൽ പാരാമീറ്റേഴ്സും പിന്നെ ഫോർമൽ പാരാമീറ്റേഴ്സും. അപ്പോൾ ഇവിടെ ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഫോർമൽ പാരാമീറ്ററിലേക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോപ്പിങ് മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ അതേപോലെ കറക്റ്റായിട്ട് കോപ്പി ചെയ്ത് എക്സ് വൈ നമ്മൾ നേരത്തെ കണ്ട എ ബി സി എന്നുള്ള വാല്യൂസ് എക്സ് വൈ ഇസഡിലേക്ക് കൊണ്ടുപോയി കോപ്പി ചെയ്യുന്നുണ്ടല്ലോ. ലൈക്ക് ദാറ്റ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് വാല്യൂ ഇസ് ബീൻ കോപ്പി ടു ദ ഫോർമൽ പാരാമീറ്റർ. സോ ഇറ്റ് ഈസ് നോർമലി ഇംപ്ലിമെൻറ്റഡ് ബൈ കോപ്പിങ്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയും ചെയ്യാൻ പറ്റും, 2 വഴി ചെയ്യാൻ പറ്റും. ഒന്ന് കോപ്പിങ് വെച്ച് ചെയ്യാം, രണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ആക്സസ് പാത്തിനെ ട്രാൻസ്മിറ്റ് ചെയ്യാം. പക്ഷേ യൂഷ്വലി ഇത് റെക്കമെൻഡഡ് അല്ല. നമ്മൾ എപ്പോഴും കോപ്പിംഗ് മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ റൈറ്റിംഗ് കേസും കൂടി വരുമ്പോൾ, കാരണം നമ്മൾ ഒരു ആക്സസ് പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ വേറൊരു പാരാമീറ്റേഴ്സിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ റൈറ്റിംഗ് ഇഷ്യൂസും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാറില്ല. ഇതിന് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, വെൻ വി ആർ ഗോയിങ് വിത്ത് ദ ഫിസിക്കൽ മൂവ് നമ്മൾ അഡീഷണൽ സ്റ്റോറേജ് റിക്വയർഡ് ആണ്. ലൈക്ക് ദാറ്റ്
ഫിസിക്കലി മൂവ് ചെയ്യുമ്പോൾ നമ്മളൊരു കോപ്പിയും കൂടി ചെയ്യുമ്പം ഒന്നിൻ്റെ കോപ്പിയാണ് വീണ്ടും എടുക്കുന്നത്. അപ്പോൾ ഒന്ന് ഡബിൾ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ അവിടെ അഡീഷണൽ സ്റ്റോറേജ് വേണം. ദാറ്റ് ഇസ് ദേ ഷുഡ് ബി സ്റ്റോർഡ് ട്വൈസ്. അതുപോലെ തന്നെ ആക്ച്വൽ മൂവ് എന്ന് പറയുന്നത് കുറേ പാരാമീറ്റേഴ്സ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ലാർജ് പാരാമീറ്റേഴ്സ് ആകുമ്പം കോസ്റ്റ്ലിയുമാണ്. സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സസ് പാത്ത് മെത്തേഡ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റ് ടു പ്രൊട്ടക്ട്, ദാറ്റ് ഇസ് വി മസ്റ്റ് റൈറ്റ് ടു പ്രൊട്ടക്ട് ഇൻ ദ കോൾഡ് സബ് പ്രോഗ്രാം ആൻഡ് അസസസ് കോസ്റ്റ് മോർ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സബ് പ്രോഗ്രാമിലെ പാരാമീറ്റേഴ്സും കൂടി ആക്സസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കോപ്പി ചെയ്യുമ്പം അതിന് ആക്സസ് പാത്തിലേക്ക് നമ്മൾ അതിന് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുമ്പം അവിടെ കോപ്പി സ്ട്രാറ്റജിയും കൂടി വരുന്നുണ്ട്. അതിന് റൈറ്റ് പ്രൊട്ടക്റ്റഡ് ആണ്. സോ ദിസ് ഈസ് ഓൾസോ അവൈലബിൾ ഇൻ സബ് പ്രോഗ്രാംസിലാണ് ഇത് കൂടുതൽ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കോസ്റ്റും കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ആക്സസ് മെത്തേഡ് യൂഷ്വലി യൂസ് ചെയ്യാറില്ല. പാസ് ബൈ വാല്യൂവിൽ കോപ്പിയിങ് മെത്തേഡ് തന്നെ കൂടുതലും ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് വി ഹാവ് പാസ് ബൈ റിസൾട്ട്. പാസ് ബൈ റിസൾട്ട് എന്ന് പറയുന്നത് ഔട്ട് മോഡ്. ഔട്ട് മോഡിൽ യൂഷ്വലി കോളി പ്രോഗ്രാം സബ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തിട്ട് ആൻസർ കോളറിലേക്ക് റിട്ടേൺ ചെയ്യാണ്. So here we are handling with the result. So whenever a parameter is passed by result, actually സബ് പ്രോഗ്രാമിലേക്ക് നമ്മൾ വാല്യൂ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അതിൻ്റെ ഫോർമൽ പാരാമീറ്റർ ആണ് നമ്മൾ ലോക്കൽ വേരിയബിൾ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ആ ലോക്കൽ വേരിയബിളിൻ്റെ വാല്യൂ ആണ് നമ്മൾ എവിടത്തേക്ക് നമ്മുടെ കോളർ ഫംഗ്ഷനിൽ ആക്ച്വൽ പാരാമീറ്ററിലേക്ക് പാസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ദ കൺട്രോൾ ഇസ് ബീൻ റിട്ടേൺ ടു ദ കോളർ ബൈ ഫിസിക്കൽ മൂവ്. അപ്പോൾ ഇങ്ങനെ കൺട്രോൾ റിട്ടേൺ ചെയ്യുന്നതും ഫിസിക്കൽ മൂവും കൂടി വരുന്നുണ്ട്. എക്സ്ട്രാ സ്റ്റോറേജ് ലൊക്കേഷനും കോപ്പി ഓപ്പറേഷനും നടക്കും ആ സമയത്ത്. ഇനി ഇതിൽ വരുന്ന പൊട്ടൻഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ കാണാം, ദാറ്റ് സബ് P1, P1. അപ്പോൾ ഇത് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഫോർമൽ പാരാമീറ്റർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അതിൻ്റെ വാല്യൂസ് എല്ലാം ഇതിലോട്ടേക്ക് തന്നെ കോപ്പി ചെയ്യും. ആൻഡ് വിച്ച് വിൽ ബി റെപ്രസെൻറ്റഡ് ബൈ ദ കറണ്ട് വാല്യൂ ഓഫ് P1. നമ്മൾ P1 എന്ന് പറഞ്ഞ രണ്ട് പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് പാസ് ചെയ്യുന്നത്. രണ്ടും സെയിം പാരാമീറ്റേഴ്സ് ആണ്, രണ്ടും P1 ആണല്ലോ. അപ്പോൾ അത് വെച്ച് കോൾ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഫോർമൽ പാരാമീറ്റേഴ്സിലേക്ക് വാല്യൂ എല്ലാം കോപ്പി ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പം അത് കറണ്ട് P1ൻ്റെ വാല്യൂ തന്നെ ആയിരിക്കും. നെക്സ്റ്റ് യു ഹാവ് ദിസ് പൊട്ടൻഷ്യൽ പ്രോബ്ലം സബ് ലിസ്റ്റ് ഓഫ് സബ്, സബ്. ഇവിടെ ഒരു ലിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിസ്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ അഡ്രസ്സ് നമുക്ക് അറിയണം. എവിടെയാണ് നമുക്ക് ലിസ്റ്റ് ഓഫ് സബ് എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്യേണ്ട അഡ്രസ്സ് അറിയണം. അതുപോലെ തന്നെ അത് നമ്മൾ അഡ്രസ്സ് അറിയാൻ പറ്റുന്ന എപ്പോഴാണ്, സബ് പ്രോഗ്രാം തുടങ്ങുമ്പോഴാണോ അതോ സബ് പ്രോഗ്രാം തീരുമ്പോഴാണോ. അപ്പോൾ അവിടെ അഡ്രസ് കമ്പ്യൂട്ടേഷനും കൂടി വരുന്നുണ്ട്. അതും കൂടി ഒരു രണ്ടാമത്തെ പൊട്ടൻഷ്യൽ പ്രോബ്ലം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദിസ് ഇസ് ഹൗ പാസ് ബൈ റിസൾട്ട് ഇസ് ബീൻ ഇംപ്ലിമെൻറ്റഡ്. നെക്സ്റ്റ് വി ഹാവ് പാസ് ബൈ വാല്യൂ റിസൾട്ട്. അപ്പം ഇൻ മോഡ് എന്ന് പറയുന്നത് പാസ് ബൈ വാല്യൂ ആണ്, ഔട്ട് മോഡ് എന്ന് പറയുന്നത് പാസ് ബൈ റിസൾട്ട് ആണ്. അപ്പോൾ ഇൻ ഔട്ട് മോഡ് എന്ന് പറയുമ്പോൾ പാസ് ബൈ വാല്യൂ റിസൾട്ട് ആണ്. സോ ഇറ്റ് മെയിൻലി ഫോളോസ് ഓൺ ദ കോമ്പിനേഷൻ ഓഫ് പാസ് ബൈ വാല്യൂ ആൻഡ് ഓൾസോ പാസ് ബൈ റിസൾട്ട്. അപ്പോൾ ഇതിന് നമുക്ക് പാസ് ബൈ കോപ്പി എന്നും പറയാം. ഇവിടെ മെയിൻ ആയിട്ട് വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഫോർമൽ പാരാമീറ്റേഴ്സ്, ഏതൊക്കെ ഫോർമൽ പാരാമീറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും അതിന് അതിൻ്റെതായിട്ടുള്ള ലോക്കൽ സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ട പാസ് ബൈ റിസൾട്ടിൻ്റെയും പാസ് ബൈ വാല്യൂടെയും സെയിം ഡിസഡ്വാൻറ്റേജ് ആണ് പാസ് ബൈ വാല്യൂ റിസൾട്ടിനും വരുന്നത്. നെക്സ്റ്റ് വി ഹാവ് പാസ് ബൈ റെഫറൻസ്. അപ്പം ഇൻ ഔട്ട് മോഡിൽ ഇനി നേരത്തെ കണ്ടത് നമ്മൾ കോപ്പി ചെയ്യുന്നുള്ള അതിനെയാണ് നമ്മൾ പാസ് ബൈ കോപ്പി എന്ന് പറയാം. ഇവിടെ നമ്മൾ ആക്സസ് പാത്ത് വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പാസ് ബൈ റെഫറൻസ് എന്ന് പറയാം. അപ്പം ഇതിന് വേറെ പേരെന്ന് പറയുന്നത് പാസ് ബൈ ഷെയറിംഗ് ആണ്. സോ ഹിയർ പാസിംഗ് പ്രോസസ് ഇസ് വെരി മച്ച് എഫിഷ്യൻറ്റ്. അതായത് ഇവിടെ കോപ്പിയും ഇല്ല, വേറെ കോപ്പി എടുക്കാത്തതുകൊണ്ട് തന്നെ അതിന് ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റോറേജ് വേണ്ട. റെഫറൻസ് എന്ന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അഡ്രസ്സ് വെച്ചിട്ട് പാസ് ചെയ്യണം. നമ്മൾ പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യും, പോയിൻറ്റേഴ്സിലേക്ക് പോയിന്റ് ചെയ്യുമ്പം അതിൻ്റെ അഡ്രസ്സ് കിട്ടും. ആ അഡ്രസ്സ് വെച്ച് നമുക്ക് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് പാസ് ബൈ റെഫറൻസ് മെത്തേഡ് ചെയ്യുന്നത്. ബട്ട് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പാസ് ബൈ വാല്യൂനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി സ്ലോവർ ആക്സസ് ആണ്. കാരണം പോയിന്റർ വെച്ച് പോയിന്ററിന് അഡ്രസ്സ് ഇടണം, അഡ്രസ്സിൽ നിന്ന് ആ ലൊക്കേഷനിൽ പോകണം, ലൊക്കേഷനിൽ ആ വാല്യൂ എടുത്തിട്ട് വരണം. അല്ലാണ്ട് ഡയറക്റ്റ്ലി നമ്മൾ കോപ്പി ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ അത്രയും ട്രാൻസ്മിഷൻസ് നടക്കുമ്പം സ്ലോവർ ആക്സസ് ആണ് കമ്പയർഡ് ടു അതർ ഫോർമൽ പാരാമീറ്റർ. പിന്നെ അതുപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള കൊലീഷൻസ് ഒക്കെ വരാം. നമ്മൾ സൈഡ് എഫക്ട്സും അതൊക്കെ ഓൾറെഡി പഠിച്ചു. അപ്പോൾ അതും കൂടി ഇതിൽ വരാം. പിന്നെ അൺവാണ്ടഡ് ഏലിയാസസ്. ഏലിയാസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിന് തന്നെ വേറെ പേര് വെച്ച് കൊടുക്കുന്നതാണ് പാസ് ബൈ റെഫറൻസ് ഏലിയാസ് മെത്തേഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഏലിയാസസ് വരുമ്പം അതൊക്കെ കൂടി മിക്സ്ഡ് ആൻഡ് കൺഫ്യൂഷൻസ് ആവും. സോ ഹിയർ യു ക്യാൻ സീ ഫൺ ടോട്ടൽ ടോട്ടൽ, ഫൺ ലിസ്റ്റ് ഓഫ് ഐ ലിസ്റ്റ് ഓഫ് ജെ, ഫൺ ലിസ്റ്റ് ഓഫ് ഐ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സെയിം ഫണ്ടിന് തന്നെ നമ്മൾ പല പല രീതിയിലെ പാരാമീറ്റേഴ്സ് ചേഞ്ച് കൊടുത്തു. അപ്പോൾ ഇവിടെ അൺവാണ്ടഡ് ഏലിയാസസ് ആണ് വരുന്നത്.
അതുകൊണ്ട് തന്നെ ആക്സസ് ചെയ്യുമ്പം അത് ബ്രോഡൺ ആയിട്ടാണ് ചെയ്യുക. കാരണം ഏതാണ് നമുക്ക് കൺഫ്യൂഷൻ. അപ്പോൾ എല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അതനുസരിച്ച് പാസ് ചെയ്യാൻ. സോ ഇതാണ് അതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ്. ബട്ട് പാസ് ബൈ റെഫറൻസ് ആക്സസ് മെത്തേഡിലാണ് കുറച്ചും കൂടി അഡ്വാൻറ്റേജസ് വരുന്നത്. അതുപോലെ തന്നെ പാസ് ബൈ കോപ്പി ഇൻ ഡയറക്റ്റ് നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ അതിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും അതിൻ്റെതായ ആപ്ലിക്കേഷൻ ലെവലിൽ രണ്ടും നല്ലതാണ്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് പാസ് ബൈ നെയിം. അപ്പം ഇൻഔട്ട് മോഡിൽ നമ്മൾ പാസ് ബൈ കോപ്പി പഠിച്ചു, പാസ് ബൈ റെഫറൻസ് പഠിച്ചു. ഇനി മൂന്നാമത് വരുന്നതാണ് പാസ് ബൈ നെയിം. ഇവിടെ നമ്മൾ ടെക്സ്റ്റാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ ഒരു ഫംഗ്ഷൻ കോളിൻ്റെ നെയിംസ് ഉണ്ടാകുമ്പം നമ്മൾ ടെക്സ്റ്റുവൽ സബ്സ്റ്റിറ്റ്യൂഷനാണ് ചെയ്യുന്നത്. അതായത് എപ്പോഴും നമുക്ക് ഒരു ആക്സസ് മെത്തേഡിൽ നമുക്ക് എപ്പോഴും നമ്മളതിനെ വിളിക്കുന്ന സമയത്ത് ഒരു ഒരു ഫംഗ്ഷൻ കോൾ നമ്മൾ ചെയ്യുന്ന സമയത്താണ് ആക്ച്വലി അതിൻ്റെ ബൈൻഡിങ് നടക്കുക. അപ്പം അവിടെ നമ്മൾ വാല്യൂ, അത് യൂസ് ചെയ്യുന്ന അഡ്രസ്സ്, അതിൻ്റെയൊക്കെ ബൈൻഡിങ്സ് ഒക്കെ നടക്കുന്നത് ഒന്നുകിൽ അസൈൻമെൻറ്റ് ത്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ റെഫറൻസ് എന്നുള്ള ഒരു സ്ട്രാറ്റജി വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ബൈൻഡിങ് മെത്തഡോളജി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഹൗ വേരിയബിൾസ് ആർ ബീങ് ബൈൻഡഡ് ഒക്കെ ഓൾറെഡി പഠിച്ചതാണ്. അപ്പം ഒരു കോൾ ചെയ്യുന്ന ആ സമയത്താണ് പെട്ടെന്ന് ഈ ബൈൻഡിങ്സ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പാസ് ബൈ നെയിം യൂസ് ചെയ്യുമ്പം നമുക്ക് ആ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റും. ആൻഡ് ആസ് എ റിസൾട്ട് നമുക്ക് ഫ്ലെക്സിബിലിറ്റി, അതായത് കമ്പൈൽ ടൈമിലാണെങ്കിലും റൺ ടൈമിലാണെങ്കിലും ബൈൻഡിങ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഫ്ലെക്സിബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, when we go with the implementation stage, implementation requires that the referencing environment of the caller is passed with the parameter, so the actual parameter address can be calculated. അപ്പം നമുക്കിവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം കോളറിന് അവരുടേതായിട്ടുള്ള റെഫറൻസിങ് എൻവയറമെൻറ്റും ഉണ്ട്, കോളറിന് അവരുടേതായിട്ടുള്ള പാസിങ് പാരാമീറ്റേഴ്സും ഉണ്ട്. ആ സമയത്ത് നമുക്ക് ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. അപ്പോൾ ഇതാണ് പാസ് ബൈ നെയിം. കൂടുതലും പറയുന്നത് ടെക്സ്റ്റുവൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മൾ ഏതാണ് ടെക്സ്റ്റ് വരുന്നത് അതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ക്യാൻ ഇംപ്ലിമെൻറ്റിംഗ് ദീസ് പാരാമീറ്റർ പാസിംഗ് മെത്തേഡ്. അപ്പം ഓരോ ലാംഗ്വേജസിൽ എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം യൂഷ്വലി ഉള്ള മോസ്റ്റ് ഓഫ് ദ ലാംഗ്വേജസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പാരാമീറ്റർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് റൺ ടൈം സ്റ്റാക്കിൽ കൂടിയാണ് ഫോളോ ചെയ്യുന്നത്. ഇറ്റ് ടേക്സ് പ്ലേസ് ത്രൂ ദ റൺ ടൈം സ്റ്റാക്ക്. ഇനി പാസ് ബൈ റെഫറൻസ് ആണ് എപ്പോഴും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ടു ഇംപ്ലിമെൻറ്റ്. കാരണം അതിലെന്താണെന്ന് വെച്ചാൽ അഡ്രസ്സ് മാത്രമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അഡ്രസ്സ് പിന്നെ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്റ്റാക്കിലും കൂടി അഡ്രസ്സ് കീപ്പ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് സ്റ്റാക്കിൽ കൂടി ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ വരുന്നത് നമുക്ക് നോക്കാം. So here you can see a main program and a stack and also a function sub. അപ്പോൾ സബ്ബാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പം നമ്മളൊരു ഹെഡർ വെച്ച് ഇതിനെ കോൾ ചെയ്യാണ്. ദാറ്റ് ഇസ് വോയിഡ് സബ് ഇൻറ്റ് എ, ഇൻറ്റ് ബി, ഇൻറ്റ് സി ആൻഡ് ഇൻറ്റ് ഡി. സോ എ ബി സി ഡി ആർ ഗോയിങ് ടു ബി അവർ ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ഇനി മെയിനിൽ കോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സബ് ഡബ്ല്യു കോമ എക്സ് കോമ വൈ കോമ ഇസഡ്. അപ്പോൾ നേരത്തെ പറഞ്ഞത് മാറിപ്പോയി. സബ് ഓഫ് ഇൻ എ ബി സി ഡി എന്ന് പറയുന്നത് ഫോർമൽ പാരാമീറ്റേഴ്സ് ആണ്, ബിക്കോസ് ഇറ്റ് ഇസ് ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ. കോൾ ചെയ്യുന്നതാണ് മെയിനിൽ. അപ്പം സബ് ഡബ്ല്യു കോമ എക്സ് കോമ വൈ കോമ ഇസഡ് എന്ന് പറയുന്നത് ആക്ച്വൽ പാരാമീറ്റർ ആണ്. മേലെ കാണുന്ന എ ബി സി ഡി എന്ന് പറയുന്നത് ഫോർമൽ പാരാമീറ്റർ ആണ്. എപ്പോഴും ഫോർമൽ പാരാമീറ്റർ ആക്ച്വൽ പാരാമീറ്റർ തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. കോൾ ചെയ്യുമ്പോഴാണ് ആക്ച്വൽ പാരാമീറ്റർ, ഡിഫൈൻ ചെയ്യുമ്പോഴാണ് ഫോർമൽ പാരാമീറ്റർ. ഓക്കെ, സോ ഹിയർ മെയിൻ ഫംഗ്ഷൻ യു ഹാവ് ഡബ്ല്യു എക്സ് വൈ ഇസഡ്. അപ്പോൾ ആദ്യം മെയിനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാക്കിലോട്ടേക്കാണ് പോകുന്നത്. സോ ഫസ്റ്റ് വി ആർ ടേക്കിംഗ് ദ വാല്യൂ ഓഫ് എ. അപ്പം എന്ന് നമുക്ക് ഫംഗ്ഷനിൽ എൻ്റെ വാല്യൂ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത് റെഫർ ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചിങ്ങോട്ട് പോകുന്നത്. എന്നിട്ട് അതേസമയം നമ്മൾ ബിക്ക് അസൈൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബീൻ്റെ വാല്യൂ സ്റ്റാക്കിലേക്ക് സേവ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഓക്കെ എൻ്റെ വാല്യൂ കിട്ടി, ബീൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ എൻ്റെ വാല്യൂ നമുക്ക് ഡബ്ല്യൂയിലേക്ക് യൂസ് ചെയ്യാം, ബീൻ്റെ വാല്യൂ നമുക്ക് എക്സിലോട്ടേക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വി ആർ സ്റ്റാർട്ടിങ് വിത്ത് വൈ. സെയിം പോലെ തന്നെ വാല്യൂ ഓഫ് സി സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യും, അതിന് റെഫറൻസ് ചെയ്യും, അസൈൻ ചെയ്യും, വാല്യൂ സ്റ്റോർ ചെയ്യും, വീണ്ടും തിരിച്ച് വൈയിലേക്ക് സി ആ വാല്യൂ കിട്ടും. ഇനി ഇസഡിൻ്റെ വാല്യൂ നമ്മൾ ഏത് മെത്തേഡാണ് ചെയ്യുന്നത് അതനുസരിച്ച്. അപ്പോൾ ഇവിടെ ഡബ്ല്യു എന്ന് പറയുന്നത് പാസ് ബൈ വാല്യൂ വെച്ചാണ്, എക്സ് എന്ന് പറയുന്നത് പാസ് ബൈ റിസൾട്ട്, വൈ എന്ന് പറയുന്നത് പാസ് ബൈ വാല്യൂ റിസൾട്ട് ആൻഡ് ഇസഡ് ബൈ റെഫറൻസ്. അപ്പോൾ വൈ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാല്യൂ നമുക്ക് ഫംഗ്ഷൻ എടുത്തിട്ട് സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യാം. എക്സ് ബൈ റിസൾട്ട് എന്ന് പറയുമ്പം നമുക്ക് എവിടെ നിന്നാണ് അസൈൻ ചെയ്തത് എന്നിട്ട് അതിൽ നിന്ന് കിട്ടിയ റിസൾട്ട്, കാരണം അത് ഔട്ട് മോഡാണ്. അപ്പോൾ ഫംഗ്ഷൻ എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ നിന്ന് അസൈൻ ചെയ്ത് തിരിച്ചിട്ട് നമുക്ക് എക്സിലേക്ക് കിട്ടും. ഇനി വൈ എന്ന് പറയുന്നത് വാല്യൂ ബൈ റിസൾട്ടാണ്. അപ്പം ഇൻ മോഡും ഉണ്ട് ഔട്ട് മോഡും ഉണ്ട്. നമ്മൾ വാല്യൂ എടുത്ത് ഫംഗ്ഷനിൽ പോയി റെഫറൻസ് ചെയ്ത് അസൈൻ ചെയ്ത്
തിരിച്ച് സ്റ്റാക്കിലേക്ക് വന്നിട്ടാണ് വൈ ഫുള്ളി എക്സിക്യൂട്ട് ആവുന്നത്. നെക്സ്റ്റ് ഇസഡ് മീൻസ് പാസ് ബൈ റെഫറൻസ്. ഇവിടെ നമ്മൾ ആക്ച്വൽ പാരാമീറ്ററിൻ്റെ അഡ്രസ്സാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് മെയിൻ ഫംഗ്ഷൻ അഡ്രസ്സ് വെച്ച് സ്റ്റാക്കിൽ പോയിട്ട് ഡിയുടെ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്തു, എന്നിട്ട് ഫംഗ്ഷനിൽ പോയിട്ട് ഡിൻ്റെ ലൊക്കേഷൻ കിട്ടി, ഡി ഏതാന്ന് കിട്ടി, അതിനുശേഷം സ്റ്റാക്കിൽ നിന്ന് തിരിച്ച് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇസഡിലേക്ക് വരികയാണ്. അപ്പം ഇത് ഇത്രയും ഇവിടെ ഫംഗ്ഷൻ സബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അവിടെ കോഡുണ്ട്, അതുപോലെ തന്നെ മെയിൻ ഫംഗ്ഷനിലും കോഡുണ്ട്. ഈ കോഡ് ട്രാവേഴ്സ് ചെയ്തിട്ടാണ് മെയിനിൽ നിന്ന് സ്റ്റാക്കിലേക്ക് പോകുന്നതും സ്റ്റാക്കിൽ നിന്ന് ഫംഗ്ഷനിലേക്ക് പോകുന്നതും തിരിച്ച് ബാക്കി ഏതൊക്കെയാണ് പാസിംഗ് മെത്തേഡ് അനുസരിച്ച് തിരിച്ച് മെയിലിലോട്ടേക്ക് തന്നെ തിരിച്ച് റിട്ടേൺ വരുന്നത്. സോ ഇതാണ് നമുക്ക് സ്റ്റാക്കും ഫംഗ്ഷനും വെച്ചൊരു പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിഫറെൻറ്റ് പാരാമീറ്റർ പാസിംഗ് മെത്തേഡ്സ്, ഹൗ വി ഇംപ്ലിമെൻറ്റ് ആൻഡ് ഹൗ ദിയർ കമ്മ്യൂണിക്കേഷൻ is taking place. Okay. Next we have how these parameter passing methods are undergone in different languages. That is the major languages we focus is C, C++, Java and ADA. അപ്പോൾ സി എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പാസ് ബൈ വാല്യൂ ഉണ്ട്. പിന്നെ പാസ് ബൈ റെഫറൻസ് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, നമ്മൾ പോയിന്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പോയിന്റേഴ്സ് ആണ് പാരാമീറ്റേഴ്സ് വെച്ച് പാസ് ചെയ്തിട്ടാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. C++ എന്ന് പറയുമ്പം നമുക്കൊരു റെഫറൻസ് ടൈപ്പ് പോയിന്റേഴ്സ് ഉണ്ട്, അതൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് പോയിന്ററാണ്. ആ പോയിന്റർ വെച്ചിട്ടാണ് നമ്മൾ പാസ് ബൈ റെഫറൻസ് വെച്ച് ചെയ്യുന്നത്. ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എല്ലാ പാരാമീറ്റേഴ്സും കോപ്പി ചെയ്യുന്ന രീതിയിലാണ് പാസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് പാസ്ഡ് ബൈ വാല്യൂ. പിന്നെ ഒബ്ജക്റ്റ് പാരാമീറ്റേഴ്സ് വരുമ്പം അത് പാസ്ഡ് ബൈ റെഫറൻസ്. ഇനി അഡാൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വരുമ്പോൾ 3 സിൻടാക്സ് ഉണ്ട്. ഇൻ മോഡ് ഉണ്ട്, ഇൻ ഔട്ട് മോഡ് ഉണ്ട്, ഔട്ടും ഉണ്ട്. ഇൻ മോഡാണ് ഡിഫോൾട്ടായിട്ട് വരുന്ന മോഡ്. പിന്നെ ഫോർമൽ പാരാമീറ്റേഴ്സ് നമ്മൾ ഔട്ടായിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്കതിനെ അസൈൻ ചെയ്യാൻ പറ്റും, ബട്ട് അതിനെ റെഫറൻസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇന്നിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്കതിനെ റെഫറൻസ് ചെയ്യാൻ പറ്റും, അസൈൻ ചെയ്യാൻ പറ്റില്ല. ഇന്നൗട്ട് പാരാമീറ്റേഴ്സ് ആകുമ്പോൾ നമുക്ക് റെഫറൻസും ചെയ്യാൻ പറ്റും, അസൈനും ചെയ്യാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്കതിൻ്റെ മോഡ് ഏതാണെന്നും പിന്നെ പാസ് ബൈ വാല്യൂ ആണോ പാസ് ബൈ റിസൾട്ട് ആണോ പാസ് ബൈ കോപ്പി ആണോ എന്നുള്ള ഒരു കാര്യം നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ഇൻ ഫോർട്രാൻ 95+ പാരാമീറ്റേഴ്സ് നമുക്ക് ഇൻ ഓർ ഔട്ട് മോഡ് മൂന്നിലും യൂസ് ചെയ്യാം. C# വരുമ്പോൾ ഡിഫോൾട്ടായിട്ട് വരുന്ന മെത്തേഡ് പാസ് ബൈ വാല്യൂ ആണ്, ദാറ്റ് ഈസ് വി ആർ ഗോയിങ് ടു കോപ്പി. പാസ് ബൈ റെഫറൻസും നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ ഫോർമൽ പാരാമീറ്ററും ആക്ച്വൽ പാരാമീറ്ററും നമ്മൾ റെഫ് എന്ന് പറഞ്ഞ കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ റെഫറൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് വി ഹാവ് PHP പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. PHP പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് C# പോലെ തന്നെ സിമിലർ ആണ്. അത് നമുക്ക് ആക്ച്വൽ പാരാമീറ്ററിനും ഫോർമൽ പാരാമീറ്ററിനും നമ്മൾ റെഫറൻസ് വെച്ച് ആ റെഫ് എന്ന് പറഞ്ഞ കീവേഡാണ്, അത് വെച്ച് യൂസ് ചെയ്താൽ നമുക്ക് പാസ് ബൈ റെഫറൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. പേൾ എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എല്ലാ ആക്ച്വൽ പാരാമീറ്ററും നമുക്ക് ഇംപ്ലിസിറ്റ്ലി പ്ലേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പ്രീ ഡിഫൈൻഡ് അറേയിലായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ആൻഡ് അറേ വിൽ ബി നെയിംഡ് ആസ് @_. അങ്ങനെയാണ് അറേ നെയിം ചെയ്യുന്നത്. അങ്ങനെ വെച്ചിട്ട് നമുക്കതിനെ ആക്ച്വൽ പാരാമീറ്ററിലേക്ക് പ്ലേസ് ചെയ്യാം. ലാസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പൈത്തൺ ആൻഡ് റൂബി. അവർ പാസ് ബൈ അസൈൻമെൻ്റ് ആണ്, അതായത് എല്ലാ ഡാറ്റ വാല്യൂസും ഒബ്ജക്ട്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫങ്ഷൻസ് വെച്ച് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഡാറ്റ വാല്യൂസും ഒബ്ജക്റ്റ് വെച്ച് യൂസ് ചെയ്തിട്ട് ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഫോർമൽ പാരാമീറ്ററിലേക്ക് അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഹെൻസ് ദിസ് ഇസ് പാസ് ബൈ അസൈൻമെൻറ്റ്. അപ്പോൾ ഇത്രയാണ് പാരാമീറ്റർ പാസിംഗ് മെത്തേഡ്സിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള സബ് പ്രോഗ്രാംസും ഹൗ സബ് പ്രോഗ്രാംസ് ആസ് പാരാമീറ്റേഴ്സ് ആസ് യൂസ്ഡ് അതൊക്കെ കൂടി ഫോക്കസ് ചെയ്യാം. Thus we come to the end of this section. Thank you.